AICC നേതൃത്വം ആ വമ്പൻ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ലോക്സഭയിലേക്കും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിലെ ഇനിയുള്ള ഭാവി പരിപാടികളെപ്പറ്റിയും ദീർഘവീക്ഷണത്തോടുകൂടിയാണ് നേതൃത്വം ആ തീരുമാനം കൈക്കൊള്ളുന്നത്. ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവാക്കി ഡോക്ടർ ശശി തരൂരിനെ ഉയർത്തുമെന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നത് അദ്ദേഹം വിലപേശാനോ രാഷ്ട്രീയപരമായി മറ്റു മാർഗങ്ങൾ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടോ കേട്ടിട്ടല്ല. അദ്ദേഹം കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുടക്കത്തിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സാഹിത്യ ലോകത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തുവായിച്ചാൽ ഓരോന്നിലും കൃത്യമായി മതനിരപേക്ഷത തന്നെയാണ് അദ്ദേഹം മുഖമുദ്രയായി ഉയർത്തിയിട്ടുള്ളത്. വിശ്വപൗരനെന്ന് അദ്ദേഹത്തിനെ പറയുമ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നു, അദ്ദേഹം ഒരു സെക്യുലറിസ്റ്റ് ഹിന്ദുവാണ്. അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താൻ നിരന്തരം ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭയിൽ നിന്ന് 4 തവണയാണ് ഡോക്ടർ ശശി തരൂർ വിജയിച്ചത്. ഒ രാജഗോപാൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റുമുട്ടുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഇനി BJP ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ശശി തരൂരിന് ജയിക്കാനുള്ള വോട്ട് കിട്ടിയിരിക്കും. അത് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു. അത്രയേറെ ജനസമ്മതി വ്യക്തിപരമായി ശശി തരൂർ നേടിയെടുത്തു. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സംഭാവന കൂടി പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യും. അത്തരത്തിൽ കോൺഗ്രസിനും ശശി തരൂരിനും ഒരുപോലെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തരൂരിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം ഈ നാട്ടിലെ എല്ലാത്തരം കുടുംബങ്ങൾക്കും അത് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ലോക്സഭ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് തരൂർ വരുമ്പോൾ BJPയുടെ സകല അടവുകളും പൊളിയുകയാണ്. പല സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലും BJP തരൂരിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നാണ്. ഇത് പക്ഷേ കോൺഗ്രസ് അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് കൃത്യമായി ഉപയോഗിച്ച വരികളാണ്. എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നതായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് അന്ന് പ്രധാന മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലും ഇറങ്ങിയ തലക്കെട്ട്. സ്വതവേ മൃദു ഹിന്ദുത്വവാദി എന്നൊരു പരിച്ഛേദം അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ച് പറയാറുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂരിനെ എന്തുകൊണ്ടും ഉപനേതൃസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത്.